മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവർപൂൾ ബ്രൈറ്റൺ മത്സരത്തെക്കുറിച്ചാണ്. ബ്രൈറ്റൺ ലിവർപൂളിനെ 3-2 ഇന്ന് തോൽപ്പിച്ചിട്ടുണ്ട്. ഈ മാച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വൈസ് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. കാരണം ലിവർപൂൾ കപ്പടിച്ച് 1ാം സ്ഥാനത്ത് തുടരുകയാണ്. പുതിയ പ്ലേയേഴ്സിനൊക്കെ അവസരം നൽകിക്കൊണ്ടാണ് ലിവർപൂൾ ടീമിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏതൊക്കെ പ്ലേയേഴ്സിനെ പുറത്താക്കണമെന്ന് സ്ലോട്ടിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മത്സരമാണ് എന്ന് പറയേണ്ടി വരും. ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം ബ്രൈറ്റൺ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിനെതിരെ പലപ്പോഴും നല്ല പെർഫോമൻസുകൾ കൊണ്ടുവരാറുണ്ട്. ഇന്ന് കളി തുടങ്ങി എടുത്തു പറയേണ്ട ഒരു പേരാണ് കോണർ ബ്രാഡ്ലി. പുള്ളി ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ടീമിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് റൈറ്റ് വിങ്ങിൽ ബ്രാഡ്ലിയുടെ സൈഡിൽ നമ്മൾ കണ്ടത്. പുള്ളിയാണ് ആദ്യത്തെ ഗോള് സെറ്റപ്പ് ചെയ്യുന്നത്. പുള്ളിയുടെ റൈറ്റ് വിങ്ങിലുള്ള റണ്ണ് കട്ട് ബാക്ക് ചെയ്തിട്ട് അകത്ത് കയറുന്നു. എലിയറ്റിന് കൊടുത്തിട്ടുള്ള ആ ഒരു പാസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു. എലിയറ്റിന് ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, പുള്ളി അത് ചെയ്തു. അങ്ങനെ 9ാം മിനിറ്റിൽ തന്നെ 1-0 ലീഡിലേക്ക് ലിവർപൂൾ എത്തുകയാണ്. മോ സലക്ക് 1-2 കിടിലൻ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഡയറക്റ്റ് ഷോട്ടും ഒരു ഷോട്ട് പുറത്തു പോയി, ഒരു ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഇങ്ങനെ 3 ചാൻസുകൾ മോ സലക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ക്രോസുകൾ പോസ്റ്റിലേക്ക് ഇട്ടുകൊണ്ട് അലിസൺ ബെക്കറെ ടെസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ മത്സരത്തിൽ കണ്ടു. എന്നാൽ വെൽബാക്കിന് ഇത് ടാർഗറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കളി മുമ്പോട്ട് പോയി 32ാമത്തെ മിനിറ്റിൽ അയാരിയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ത്രൂ ബോൾ റിസീവ് ചെയ്യുന്നു, ഒരു ടച്ച് എടുക്കുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്കുള്ള ഒരു പ്ലേസ്മെന്റ് ഷോട്ട്. ബെക്കർ റോങ് ഫുട്ട് ആയിരുന്നു, പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 1-1 ബ്രൈറ്റൺ കളിയിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് 2 ടീമുകൾക്കും ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ടാർഗറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് ഏതാണ്ട് 1 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് സബോസ്ലായുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോള് കളിയിലേക്ക് വരുന്നത്. പുള്ളി ശരിക്കും പറഞ്ഞാൽ ബോക്സിന്റെ റൈറ്റ് വിങ് കോർണർ എന്നാണ് ഈ ഷോട്ട് എടുക്കുന്നത്. ഞാൻ വിചാരിച്ച ഷോട്ട് പുറത്തു പോയി, പക്ഷെ അത് കറക്റ്റായിട്ട് ഗോൾ കീപ്പറുടെ കയ്യിലിടയിലൂടെയാണ് പോസ്റ്റിലേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ പുള്ളി അത് മിസ് ടൈം ചെയ്തു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 2-1 ലീഡ് ലിവർപൂളിനുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മറ്റൊരു പേര് പറയണം, അത് മറ്റാരുമല്ല, മിത്തോമ ലിവർപൂളിനെതിരെ എങ്ങനെയൊക്കെയോ ഒരു നല്ല പെർഫോമൻസുകൾ പലപ്പോഴും കൊണ്ടുവരാറുണ്ട്. പുള്ളിയുടെ കിടിലൻ ചില മൂവ്സും ഗോൾസും ഒക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിലൂടെ ഒരു ബോളുമായിട്ട് മിത്തോമ വരുന്നു. പുള്ളി വെൽബാക്കിന് ആ ബോൾ റിലീസ് ചെയ്യുന്നു. വെൽബാക്ക് ഒരു ഷോട്ട് എടുത്തു, അലിസൺ ബക്കർ ഇത് സേവ് ചെയ്തു. പക്ഷേ ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പന്ത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഷോട്ട് എടുത്തുകൊണ്ട് പോസ്റ്റിലേക്ക് എത്തിക്കാൻ മിത്തോമക്ക് കഴിഞ്ഞു. അടിപൊളി ഗോളായിരുന്നു. അങ്ങനെ 69ാമത്തെ മിനിറ്റിൽ 2-2 ബ്രൈറ്റൺ കളിയിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വന്നു, 1-2 ഹാഫ് ചാൻസുകളൊക്കെ ലിവർപൂളിന് കിട്ടി. പക്ഷേ കൂടുതൽ ചാൻസുകൾ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ളത് ബ്രൈറ്റന്റെ സൈഡിൽ നിന്നാണ്. അങ്ങനെ കളി തീരാൻ 5 മിനിറ്റ് ബാക്കി നിൽക്കുന്ന സമയത്താണ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്നിട്ടുള്ള ഇൻഷൽ വുഡിന്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഗോളായി മാറുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലൂടെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പന്ത്, പുള്ളി കൊടുത്തിട്ടുള്ള ഒരു സ്ക്വയർ പാസ് ഇൻഷൽ വുഡ് ടാപ്പിൻ ചെയ്തിട്ട് പോസ്റ്റിലേക്ക് എത്തിക്കുകയായിരുന്നു. ഓൺഫീൽഡ് റഫറി അത് ഓഫ് സൈഡ് വിളിച്ചു, പക്ഷേ വാർ ഇന്റർവീൻ ചെയ്തു. സെമി ഓട്ടോമേറ്റഡ് സിസ്റ്റം ഗോൾ അലോ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ കളിയിൽ 3-2 ബ്രൈറ്റൺ വിജയിക്കുകയും ചെയ്തു. ഇപ്പൊ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ടീമിനെ അസസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്. ഏതൊക്കെ പ്ലെയർ സെല് ചെയ്യാൻ പറ്റുന്ന സ്ലോട്ടിന് മനസ്സിലാക്കാണ് അവരെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. സമ്മറിൽ മാക്സിമം ആൾക്കാരെ ഷിപ്പ് ചെയ്യാനുള്ള ഒരു ബെറ്റർ വിൻഡോ ആണ് വരാൻ പോകുന്നത്. എന്തായാലും ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം അവര് നല്ലൊരു റിസൾട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അവസാന മത്സരത്തിലേക്ക് പോകുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഇത് ടേബിളിൽ വരുത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.